വാൽമീകി ആശ്രമ പ്രവേശമെന്ന് പറഞ്ഞൊരു അധ്യായം കാണും. ആരണ്യകാണ്ഡ ഗുഹൻ തോണി കിടത്തി എത്തി ഭരദ്വാജാശ്രമവാടി കഴിഞ്ഞ ഉടനെ കണ്ടോ ഇല്ല. ഭരദ്വാജന്റെ ആശ്രമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഉടനെ, അത് കഴിഞ്ഞാൽ ഉടനെ കണ്ടോ? കിട്ടിയോ? പേജെന്ന് പറഞ്ഞു കൊടുത്ത ബാക്കിയുള്ളവരും എടുക്കും. അതേ രാമായണ ആണെങ്കിൽ കിട്ടി. അല്ല, എങ്കിലും ഒരേ ഉള്ളതുള്ളവർക്ക് കിട്ടുമല്ലോ. രാമനും സീതയും ലക്ഷ്മണനും നദി കടന്നു കഴിഞ്ഞ്, ഗുഹൻ തോണി കിടത്തിക്കഴിഞ്ഞ്, നേരെ ചെന്നത് ഭരദ്വാജന്റെ ആശ്രമത്തിലേക്കാണ്. അവിടം കഴിഞ്ഞ് വാൽമീകി ആശ്രമവാടിയിലെത്തി. കണ്ടു. കിട്ടി. ഏതാണ്ട് അടുത്തുള്ളവർക്കും കിട്ടി. അവിടെ എത്തിയ രാമൻ വിധിയാം വണ്ണം ഋഷിയെ നമസ്കരിച്ചു. ഋഷി രാമാദികളെ ആലിംഗനം ചെയ്തു. എന്നിട്ട് ഇരിക്കുമ്പോൾ, ജ്ഞാനിയായ അങ്ങയ്ക്കെല്ലാം കാണാൻ കഴിവുണ്ട്. അച്ഛന്റെ ഇംഗിതം നിറവേറ്റാൻ വനത്തിലേക്ക് വന്നതാണ്. ഞാൻ വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ എന്ന് രാമൻ ആദ്യം പറഞ്ഞു. ഇവിടെ കുറച്ചു കാലം സീതാസമേതനായിരുന്നാൽ കൊള്ളാമെന്നുണ്ട്. അതിനൊരു സ്ഥലം ഉപദേശിച്ചു തരണമെന്ന് വാൽമീകിയോട് രാമൻ പറഞ്ഞു. അതിന് വാൽമീകി പറയുന്നൊരു മറുപടിയുണ്ട്. ഈ ഭവിച്ചിരിക്കുന്ന ചരങ്ങളും അചരങ്ങളുമായ ഭൂതങ്ങൾ മുഴുവൻ നിങ്കലാണ് വസിക്കുന്നത്. സർവഭൂതേഷു നീയും വസിക്കുന്നു. നീ ഇരിക്കാനൊരു സ്ഥലം ചോദിച്ചില്ലേ? ഇതാണ് നിന്നെക്കുറിച്ചുള്ള സത്യം. ഇതാണ് രാമായണ സിദ്ധാന്തം. സർവഭൂതങ്ങളും നിങ്കൽ വസിക്കുന്നു. സർവഭൂതേഷു, സർവഭൂതങ്ങളിലും നീ തന്നെ ഇരിക്കുന്നു. സർവവ്യാപകനായ നിനക്ക് ഇനി എങ്ങനെയാണ് ഒരു സ്ഥലം ഞാൻ നിർദ്ദേശിക്കുക? ഇരിക്കാനാണ് നീ ചോദിച്ചതെങ്കിൽ ഇതാണ് നിന്റെ വാസസ്ഥാനം. പക്ഷെ സീത കൂടെയുണ്ടെങ്കിൽ ഞാനൊരു വാസസ്ഥാനം പറഞ്ഞുതരാം. അപ്പോൾ നീ ഇരിക്കുക. നിന്റെ ഭക്തിയിൽ രഥന്മാരായി നിഷ്കന്മഷന്മാരായി നിരീഹരായി നിന്റെ മന്ത്രം ജപിച്ചിരിക്കുന്നവരുടെ മാനസ നിനക്ക് സുഖവാസായ മന്ദിരം. സമലോഷ്ടാസ്മകാഞ്ചനന്മാരുമായി സന്മതികളായി ഉള്ള മുനിമാർ നമ്മുടെ മാനസം നിനക്കു സുഖവാസായ മന്ദിരം. ഇങ്ങനെയാണ് അങ്ങോട്ട് വാൽമീകി സീതാസമേതനായി രാമനിരിക്കാനുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുന്നത്. ത്രിഗുണാത്മികയായ മായ കൂടെയുണ്ടായാൽ പതിക്കാതിരിക്കുന്നതിന് പറ്റിയ സ്ഥലം
സമലോഷ്ടാസ്മ കാഞ്ചനന്മാരുടെ ഹൃദയമാണെന്ന് വാൽമീകി പറയുന്നത് അത്യന്തം രാമണീയകമായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വാൽമീകി എവിടുന്നാണ് ഈ സിദ്ധാന്തം കണ്ടെത്തിയതെന്ന് രാമനോട് പറയുന്നുണ്ട്. പണ്ട് ഞാൻ ഭാര്യയെയും പുത്രന്മാരെയും പരിപാലിക്കുന്നതിന് വേണ്ടി വനത്തിലെത്തി യാത്ര ചെയ്യുന്നവരുടെ യാത്രക്കാരിൽ നിന്നെല്ലാം പിടിച്ചു പറിച്ചിരുന്നു. അന്നൊരു ദിവസം സപ്തർഷികൾ അതിലെ വന്ന് അവരെയും പിടിച്ചു പറിക്കാൻ ഒരുങ്ങി. അവർ നിൽക്ക് എന്ന് പറഞ്ഞു. നീ ഇത്രയും ദ്വിജാധമനായി തീർന്നല്ലോ, അവിടെയും നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. വാൽമീകിയെ നിങ്ങൾ കാട്ടാളനായാ കരുതുന്നത് അല്ലേ? അല്ലേ? അങ്ങനെയാ നിങ്ങളുടെ ആധുനിക പാട്ടുകളുമൊക്കെ. അയ്യപ്പ പണിക്കർ പോലും പുറ്റിനകത്തെ രസതന്ത്ര വിദ്യയാൽ ദുഷ്ടനാം കാട്ടാളനെ കവിയാക്കിയും ദൃഷ്ടപൂർവങ്ങളല്ലാത്തൊരനുഭവ സിദ്ധികൾ മുക്കുവക്കിടാത്തനു നൽകിയും വൃഷ്ടിയും വേനലും ഒരുമിപ്പിച്ച് സൃഷ്ടിയും സംഹാരവും കൂട്ടിക്കൊരുക്കുന്നു നീ എന്നെഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ പിള്ളേർ പഠിക്കും. സ്വന്തം കഥ പറയുന്ന വാൽമീകി ദ്വിജനാണ്, ബ്രാഹ്മണനാണ്. രാമൻ വധിക്കുന്ന രാവണനും ബ്രാഹ്മണനാണ്. ബ്രാഹ്മണമേധമാണ് രാമായണത്തിന്റെ അങ്കിയായ കഥ. ആഞ്ജനേയൻ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ത്വം ബ്രാഹ്മണ ഉത്തമ വംശസംഭവ പൗലസ്ത്യപുത്രോസി കുബേരബാന്ധവ. വെറും ബ്രാഹ്മണനല്ല, സാമവേദിയായ ബ്രാഹ്മണൻ. വേദങ്ങളിൽ സമവേദം ഭഗവാൻ തന്നെയാണ്. ഇതൊന്നും ഞാനുണ്ടാക്കി പറഞ്ഞതല്ല, മുഴുവൻ ഞാൻ രാമായണത്തിൽ നിന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സംഘർഷം ഉണ്ടാകുമെന്ന് ഞാൻ തുടക്കം മുതൽ പറഞ്ഞത്. ഒരു ബ്രാഹ്മണൻ അധപ്പതിച്ചതിന്റെ കഥയാണ് വാൽമീകി പറഞ്ഞത്. സപ്തർഷികൾ പറഞ്ഞതും പോയി ഭാര്യയോട് ചോദിക്കാനാ പറഞ്ഞേ. അവരെ പോറ്റാനാണെന്ന് പറഞ്ഞപ്പം ഇതിന്റെ പാപമൊക്കെ അവർ ഏറ്റെടുക്കുമെന്ന് ചോദിക്കാനാ പറഞ്ഞു. ചെന്ന് ചോദിച്ചപ്പോ അവര് പച്ചയ്ക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് ജീവിക്കാൻ കാശൊക്കെ വേണം. ഓരോരുത്തരോട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദിക്കാനാ സപ്തർഷികൾ പറഞ്ഞു, ഒന്നിച്ച് ചോദിക്കാനല്ല പറഞ്ഞേ. ആദ്യം ഭാര്യയെ വിളിച്ച് ചോദിച്ചു, പിന്നെ മക്കളെ ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചു മുറിക്കകത്ത് കയറ്റി. അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ജീവിക്കാൻ കാശൊക്കെ വേണം, അത് തരേണ്ടത് എൻ്റെ ജോലിയാണ്, എൻ്റെ പാപമൊക്കെ താൻ തന്നെ അനുഭവിച്ചുകൊള്ളുക, ഞങ്ങൾക്ക് ഈ പാപമൊന്നുമില്ല. അന്നാണ് ഈ ബന്ധം മതിയാക്കി സപ്തർഷികളുടെ മുമ്പിലെത്തി കാൽക്കൽ വീണത്. ഈ ബന്ധത്തിന് നമ്മുടെ പാപവും പുണ്യവും ഇവരെല്ലാം കൂടെ പങ്കുവെക്കുമെന്നോർത്താ ഇതെല്ലാം കാണിക്കുന്നത്. പാപം ആരും പങ്കുവെക്കുകയില്ല, അത് തൻ്റെ കർമ്മത്തിന്റെ ചരടായി തന്നോടൊപ്പം ഉണ്ടാവും. അന്നാണ് സപ്തർഷികൾ രാമശബ്ദത്തെ മറിച്ചു ചൊല്ലാൻ പറഞ്ഞിരുത്തിയിട്ട് പോയത്. തിരിച്ചെത്തുമ്പോൾ പുറ്റുവന്ന് മൂടിയിരുന്നു. അവർ തട്ടി വിളിച്ചപ്പോൾ എഴുന്നേറ്റു. രാമനാമം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിതെല്ലാം അറിഞ്ഞത്. അതിൽ സപ്തർഷികൾ പറഞ്ഞതും ഭാര്യ പറഞ്ഞതും ജീവിത സിദ്ധാന്തമാണ്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതിന് മറ്റൊരാൾ ഉത്തരവാദിയല്ല. ഈ മഹാസത്യം രാമൻ അറിഞ്ഞിരിക്കുന്നു. ഈ സത്യം കൈകേയി അറിഞ്ഞിരിക്കുന്നു. ഈ സത്യം മന്ധര അറിഞ്ഞിരിക്കുന്നു.
ഈ സത്യം ലക്ഷ്മണൻ അറിയാതൊന്ന് കോപിച്ചു. രാമോപദേശത്തിലൂടെ ലക്ഷ്മണൻ അറിഞ്ഞു, സന്തുഷ്ടനായി. ഈ സത്യം അല്പമൊന്ന് അറിയാതെ വിഷമിച്ചു ഭരതൻ. രാമോപദേശം കേട്ട് ഉൾക്കൊണ്ടു. ഈ സത്യം വിരാധൻ അറിഞ്ഞിരിക്കുന്നു. ഈ സത്യം തന്നെ കബദ്ധൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ സത്യത്തിലൂടെ ശബരി മുന്നേറുന്നു. ഈ സത്യം ബാലി മനസ്സിലാക്കിയിരിക്കുന്നു. താര മനസ്സിലാക്കിയിരിക്കുന്നു. രാവണൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ സത്യം ദശരഥൻ അറിയാതിരിക്കുന്നു. കൗസല്യ അറിയാതിരിക്കുന്നു. രാമരാവണ ജീവിതത്തിൽ കൗസല്യയും ദശരഥനും ദുഃഖിക്കുന്നു. ബാക്കിയുള്ളവർ ദുഃഖിക്കാതിരിക്കുന്നു. വളരെ നീണ്ട കഥയാണ് ഞാൻ പറഞ്ഞത്. രാമായണത്തിന്റെ ബലിഷ്ഠ സന്ദർഭവും അതാണ്. അധ്യാത്മരാമായണം മൂലത്തിലും എഴുത്തച്ഛന്റെ രാമായണത്തിലും രാമാഭിഷേകം മുടങ്ങിക്കഴിഞ്ഞു കോപിക്കുന്ന ഒരു ലക്ഷ്മണനുണ്ട്. ഓർമ്മയുണ്ടാവും. തത്ര കൗസല്യ വചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടോര് സൗമിത്രിയും ശോകരോഷങ്ങൾ കലർന്ന് നേത്രാഗ്നിന ലോകം എല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ, ആകുലമെന്തിതു കാരണമുണ്ടാവാൻ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം ബന്ധിച്ചു താതനെയും പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച് അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവാൻ. ബന്ധമില്ലേതും അതിന് ശോകിപ്പതിന് അന്തർമുദാ വസിച്ചിടുക മാതാവേ. ഇങ്ങനെ കോപിക്കുന്ന ലക്ഷ്മണനെ രാമനൊന്ന് സമാധാനിപ്പിച്ചു. ലക്ഷ്മണോപദേശമെന്നാ അതിന്റെ പേര്. കേട്ടിട്ടുണ്ടാവും. ഈ രാജ്യവും ദേഹവും ഒക്കെ സത്യമെന്നാകിലേ തത്പ്രയാസം തവയുക്തമതല്ലായെങ്കിൽ എന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക വന്നി സന്തപ്ത ലോഹസ്തംഭു വിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരമെന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചു. ഫലം ലക്ഷ്മണൻ അച്ഛനെ കൊല്ലലൊക്കെ നിർത്തി. രാമന്റെ കൂടെ വനത്തിൽ പോയാൽ മതിയെന്ന് തീരുമാനിച്ചു. വനത്തിലേക്ക് പോകുമ്പോൾ തോണി കിടത്തുന്നത് ഗുഹനാണ്. സീത ഗംഗയ്ക്ക് മാംസവും ഫലങ്ങളും പലഹാരങ്ങളും അർപ്പിച്ചു. അധ്യാത്മരാമായണം മൂലം. അത് കഴിഞ്ഞ് ആ ഗുഹൻ തോണിയിലേക്ക് കയറ്റി. സീതയെ കൈപിടിച്ച് രാമനും കയറി. ലക്ഷ്മണനും ഇരുന്നു. ഗുഹൻ പറഞ്ഞു, ആ കൈകേയി മന്ധരയുടെ ഉപദേശം കൊണ്ടാണ് പ്രഭുവിനെ ലക്ഷ്മണൻ തടഞ്ഞു. അല്ല, ഇതിൽ മന്ധരയെയോ കൈകേയിയോ കുറ്റം പറയേണ്ടതില്ല. ആരാ പറയുന്നേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നു ലക്ഷ്മണനാണ് ഗുഹനോട് പറയുന്നത്. ആ കടത്തുകാരനോട് പറയുന്നത്, ഇതിൽ മന്ധരയെ കുറ്റപ്പെടുത്തേണ്ടതില്ല, കൈകേയിയെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. ആരുടെയും അനുഭവത്തിന് ആരും കാരണക്കാരല്ല. ഒരാൾക്കും മറ്റൊരാളെ ഒരു വഴിയിലും കൊണ്ടുപോകാനാവില്ല. അവനവന്റെ പാപപുണ്യങ്ങളുടെ ചരട് കൊണ്ട് ബന്ധിച്ച് അവനവന്റെ കർമ്മഫലത്തെ ഈശ്വരൻ അനുഭവിക്കുന്നു. ഈശ്വരൻ നീതിമാനാണ്. ഇതിൽ രാമനോ എനിക്കോ കുണ്ഠിതമില്ല. ഇത് പറയുന്നത് ആരാണ്? ഏത് ലക്ഷ്മണൻ? ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം
ബന്ധിച്ചു താതനെയും പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ചഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേതും അതിന് ശോകിപ്പതിന് അന്തർമുത വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിപ്പതിന് ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. യുദ്ധം പറഞ്ഞു ലോകത്രയം തദ്രുഷാദഗ്ധം അമ്മാറ് സൗമിത്രി നിൽക്കുന്നേരം. ഇത്രയും കോപിച്ച ലക്ഷ്മണനാ ഇന്നിത് പറയുന്നത്. പറയാൻ കാരണം, ഇത്ര ഇയാൾ കോപിക്കുമ്പോൾ അവിടെ വേറൊരുത്തം നിപ്പുണ്ടായിരുന്നു. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു. സുന്ദരൻ ഇന്ദിരാമന്ദിരവത്സൻ ഇന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീവരക്ഷൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ധ്യഘ്രിയുഗ്മാരവിന്ദൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരത രൂപമൻ. എഴുത്തച്ഛൻ പേനയൊക്കെ വലിച്ചൊരു ഏറ് വെച്ചു കൊടുത്തു. എഴുത്തച്ഛൻ തന്നെ വീണ് കിടക്കുകയാണ്. ഈ സമയത്ത് ഒരുത്തൻ ചിരിക്കണമെങ്കിൽ, രാജ്യം പോയത് രാമനാണ്. ആ രാമൻ കോപിച്ചിട്ടില്ല. കോപിച്ചതൊക്കെ ലക്ഷ്മണനാ. കാരണം രാമൻ അറിയാം, തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം ചെയ്തു തന്നത് ഇളയമ്മയാണ്. രാമകാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഭരതൻ രാമനെ തേടി വനത്തിലേക്ക് വരുമ്പോൾ കൈകേയി ഒഴിച്ചുള്ള രാജമാതാക്കളും എന്ന് പറഞ്ഞെങ്കിലും കൈകേയിയും കൂടെ പോയി. അധ്യാത്മരാമായണ മൂലത്തിൽ കൈകേയിയും രാമനും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. എഴുത്തച്ഛൻ അത് കളഞ്ഞു. എഴുത്തച്ഛന് കൈകേയി അത്ര നന്നായി പിടിച്ചില്ല. പക്ഷെ മൂലത്തിലുണ്ട്. കൈകേയിയോട് രാമൻ പറയുന്നുണ്ട്, അമ്മയുടെ ഇംഗിതം അറിയുന്നത് ഈ രാമൻ മാത്രം. അമ്മ ഇന്നോളം രാമകാര്യമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ആ വാത്സല്യത്തിന് മുമ്പിൽ ഞാൻ എന്നും കൃതാഞ്ജലിയാണ്. മറ്റാർക്കാണത് ചെയ്യാൻ കഴിയുക? രാമായണം ഭാരതീയ സംസ്കൃതിയിലൂടെ വായിക്കുന്നതിന് പകരം രാഗദ്വേഷ പങ്കിലമായ മനസ്സുമായി നിങ്ങൾ വായിച്ചു ഇത്ര കാലവും. ശരിയല്ല. നിങ്ങളുടെ അന്തർഗതങ്ങളിൽ രാമകാര്യം ചെയ്ത കൈകേയിയോട് വിദ്വേഷമുണ്ടായി. ശരിയല്ല. രാമകാര്യം നടത്താൻ സാക്ഷാൽ സരസ്വതി കയറിയ ഏകനാവ് മന്ധരയുടേതാണ്. നിങ്ങൾ മന്ധരയെ വെറുത്തു, സരസ്വതി നിങ്ങളെയും. ഭാരതീയനിൽ നിന്ന് സരസ്വതി അകന്നു. ഭാരതീയ സംസ്കൃതിയുടെ ആഴവും പരപ്പും അറിഞ്ഞു പഠിപ്പിച്ചതിൽ വ്യക്തതയോടെ പറഞ്ഞു, മന്ധരയുടെ നാവിലായിരുന്നു സരസ്വതി. ശരിയല്ല. ശരിയല്ല. വായിച്ചിട്ടും നിങ്ങളത് പഠിച്ചില്ല. ആരൊക്കെയോ പടിഞ്ഞാറ് പോയി പഠിച്ചിട്ട് വന്ന സാഹിത്യമെല്ലാം ദ്വേഷത്തിന്റെയും രാഗത്തിന്റെയും അന്തർഗതങ്ങളിൽ ചേർത്ത് വെച്ച് നിങ്ങളെ പഠിപ്പിച്ചു. നിങ്ങൾ പഠിച്ചതൊന്നും രാമായണമായിരുന്നില്ല. നിങ്ങൾ ഉൾക്കൊണ്ടതൊന്നും വാൽമീകിയെയും വ്യാസനെയും വസിഷ്ഠനെയുമായിരുന്നില്ല. ഒരു പുനർവായന ആവാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ വായിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും നിങ്ങൾ ഇതുവരെ രാമായണം വായിച്ചിട്ടില്ല എന്ന്. സാമാന്യം ദേഷ്യം വരാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. ഒരുമാതിരി ദേഷ്യത്തിനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. അതിന് ഞാൻ ഉപയോഗിച്ച ലിംഗങ്ങൾ അത്രയും രാമായണത്തിൽ നിന്നാണ്. ഒരെണ്ണം ഞാൻ വെളിയിൽ നിന്ന് ഉപയോഗിച്ചുവെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ പ്രയോഗിക്കാം. നിന്ന് തരികല്ലാതെ തിരിച്ചൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ എൻ്റെ അച്ഛനമ്മമാരും
എൻ്റെ ഗുരുകാരണവന്മാരും എൻ്റെ സംസ്കൃതിയും എന്നെ പഠിപ്പിച്ചൊരു രാമായണമുണ്ട്. അതിൻ്റെ അന്തർഗതങ്ങളിൽ രാമനും രാവണനും പോലും നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ദ്വന്ദ്വികളല്ല. അതെ, അതാണ് ശരി. അപ്പോ അതെ, ഇപ്പൊ രാമായണത്തെ സംബന്ധിച്ചിടത്തോളം ആ രാമായണത്തിന്റെ അന്തർഗതങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ചാൽ രാമന്റെ യാത്രയിൽ ഓരോ കഥാപാത്രവും താന്താങ്ങളുടെ അനുഭവങ്ങളെ അംഗീകരിക്കുക മാത്രമല്ല, ആ കൈകൾ കൊണ്ട് വീഴുമ്പോൾ മോക്ഷരൂപം കൈക്കൊണ്ട് സ്തുതിക്കുകയുമാണ്. രാമന്റെ സീതാപരിത്യാഗത്തിൽ നിങ്ങൾക്ക് വിലാപമുണ്ട്. Am I right? സീതയ്ക്ക് വിലാപമില്ല. സപ്തസാലങ്ങൾ മറഞ്ഞു നിന്ന് അസ്ത്രമയച്ചു വീണ ബാലിക്ക് രാമന് നിന്ദയില്ല, നിങ്ങൾക്ക് നിന്ദയുണ്ട്. പത്രം വായിച്ചാൽ മനസ്സിലാവും. ഒരു മാസം രാമായണത്തിലൂടെ നിങ്ങളുടെ സാഹിത്യ നായകന്മാരും ഭുജികളും കടന്നു പോകുമ്പോൾ അവർക്കൊക്കെ ആക്ഷേപമുള്ള കാര്യങ്ങളൊന്നും രാമായണത്തിൽ അത് അനുഭവിച്ചവർക്ക് ആക്ഷേപമില്ല. മനസ്സിലായില്ല? നിങ്ങളുടെ പുത്തൻ പെണ്ണുങ്ങൾ, എന്താ അവർക്കൊരു പേരുണ്ടല്ലോ, വിമൻസ് ലിബ് അല്ലേ? രാമായണം വായിച്ച് രാമകഥാതന്തുവിൽ നിന്ന് രാമന്റെ പിന്നാലെ പോയി പാദപൂജാവ്രതം മുടക്കാതെ 14 വർഷം സഞ്ചരിച്ച സീതയെ പൂർണ്ണഗർഭിണിയാണെന്നറിഞ്ഞ് പുറത്തേക്ക് തള്ളുമ്പോൾ ആ രാമനേക്കാൾ ഇഷ്ടം ചെങ്കോല് വലിച്ചെറിഞ്ഞ് കമിതാവിനോടൊപ്പം പോയ ജെയിംസ് രണ്ടാമനെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ രോമാഞ്ചവും ഉണ്ടാകുന്നുണ്ടാവും. പക്ഷെ രാമായണ കാവ്യം നിങ്ങൾ വായിച്ചിട്ടില്ലെന്ന് ഞാൻ അപ്പോഴും പറയും. രാമായണത്തിലെ സീത രാമന്റെ രാജധാനിക്ക് മുമ്പിൽ സത്യാഗ്രഹം നടത്തിയില്ല. രാജാവായ പിതാവിനെ കാണാനോ സഹോദരനെ കാണാനോ പോയില്ല രാമനോട് യുദ്ധം ചെയ്യാൻ. രാമരാജ്യത്ത് നിലനിൽക്കുന്ന നീതിശാസ്ത്രമായ മനുസ്മൃതിയെ അവലംബിച്ച് പിതാരക്ഷതി കൗമാരെ ഭർത്താരക്ഷതി യൗവനെ പുത്രശ്ച സ്ഥവിരേ കാലേ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന പ്രമാണത്തെ ഉദ്ധരിച്ചുകൊണ്ട് തനിക്കും കുഞ്ഞിനും വർഷാശനം കിട്ടാൻ ന്യായാലയത്തെ സമീപിച്ചുമില്ല. വാൽമീകിയാശ്രമവാടിയിൽ തന്റെ പുത്രനെ വളർത്തിയപ്പോൾ അച്ഛന്റെ അപദാനവും രാജ്യത്തിന്റെ അപദാനവും അല്ലാതെ ആ കുഞ്ഞിനെ രാമനെതിരായി ഒരു വാക്കുപോലും പഠിപ്പിച്ചുമില്ല. മനസ്സിലായില്ല? രാമരാജ്യത്തിന്റെ സിംഹാസനത്തിൽ സ്വപുത്രനെ രാമനെയും പുരോഹിതനെയും കൊണ്ട് കയറ്റിയിരുത്തി രാമരാജ്യത്തിന്റെ അവകാശങ്ങളൊന്നും അനുഭവിക്കാൻ കാത്തു നിൽക്കാതെ തിരോഭവിക്കുമ്പോൾ സീത ഭാരതീയ സംസ്കൃതിയിൽ ഉത്ഭവിക്കുക കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാമായണം രാമസ്യായനം എന്നതിനേക്കാൾ രാമായാഹായനമിതി രാമായണം എന്ന നിലയിൽ സീതയുടെ അയനമായി മാറുകയും ചെയ്തു.
ഇങ്ങനെ രാമായണത്തിലെ രാവണനെ കൂടെ നോക്കിയാൽ, രാവണനെ മാത്രമേ എനിക്ക് പറയേണ്ടതുള്ളൂ, പക്ഷെ നിങ്ങൾ ഒരുപക്ഷെ മറ്റു കഥാപാത്രങ്ങളെയും പഠിച്ചത് ഈ വഴിക്കായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ രാവണനെ അവിടെ ഒന്ന് നിർത്തിയിട്ട് മറ്റു കഥാപാത്രങ്ങളെ കൂടെ സൂചിപ്പിച്ചത്. മന്ദരയും കൈകേയിയും വിരാധനും കബന്ധനും ബാലിയും രാവണനും കുംഭകർണനും എല്ലാം രാമ ഇംഗിതത്തിന്റെ ഭാവപ്രകർഷങ്ങൾ മാത്രമായിരുന്നു. ഇങ്ങനൊരു കൃതി രചിക്കുക എന്നുള്ളതായിരുന്നു ആദികവിയുടെ ലക്ഷ്യം. അതിനെ തുടർന്നുള്ള ഭക്തി രചിക്കുകയായിരുന്നു തുടർന്നു വന്നവരുടെ ലക്ഷ്യം. വിരോധത്തിന്റെയും വിപ്ലവത്തിന്റെയും ദ്വേഷത്തിന്റെയും രാഗത്തിന്റെയും കഥയല്ലിത്. സംശ്ലേഷണത്തിന്റെയും സമ്മേളനത്തിന്റെയും സമീചീനമായ കഥയാണ്. മാനവനെ ജഗദീശ ഉത്സംഗത്തിലേക്ക് ഹഠാത് ആകർഷിക്കുന്ന സമ്മേളനത്തിന്റെ, ഏകാന്തമായ ഭക്തിയുടെ, രാമൻ എപ്രകാരമാണോ അവതരിച്ചിരിക്കുന്നത് അപ്രകാരം തന്നെ ആഗ്രഹിക്കുന്ന ഒരു രാവണനെ. രാമനും രാവണനും തമ്മിൽ ഒരു കാര്യത്തിൽ പോലും അഭിപ്രായ ഭേദമില്ല. രാമ ഇംഗിതത്തിൽ നിന്ന് വിപരീതമായി രാവണന്റെ അന്തർഗതത്തിൽ സങ്കല്പം പോലുമില്ല. രാവണാന്തർഗതത്തിലാണ് രാമൻ പൂർണ്ണപ്രജ്ഞനായ ബ്രഹ്മമായി വിഷ്ണുവായി ഉയർന്നു നിൽക്കുന്നതും. ഈ രാവണനെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നി. ലൗകികർക്ക് പരിചയമുള്ള രാവണൻ ഇതല്ല. ലൗകികരുടെ പരിചയമുള്ള രാവണനും വേറെയാണ്. അവിടെ രാമൻ നായകനും രാവണൻ പ്രതിനായകനുമാണ്. രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയവനാണ്. പതിനാല് വർഷം സീത വനത്തിൽ രാമന്റെ കൂടെ ഉണ്ടായിരുന്നു. ശിംശപാവൃക്ഷച്ചുവട്ടിൽ സീത ഇരിക്കുമ്പോൾ രാവണൻ മാതൃപൂജ എന്ന പോലെയാണ് സീതയെ കണ്ടതെന്ന് ഋഷി എഴുതിയതും ഞാൻ ചൂണ്ടിക്കാണിച്ചു. വാൽമീകി രാമായണത്തിൽ ഈ സീതയെ ആഞ്ജനേയൻ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. വാൽമീകി രാമായണത്തിലെ സീത അഗ്നിയിൽ മറഞ്ഞിരുന്നവളോ മായാസീതയോ അല്ല, ഒറിജിനൽ, ഏകദം ഒറിജിനൽ. അവളെയാണ് ആഞ്ജനേയൻ കൂട്ടിക്കൊണ്ടുവരുന്നത്. രാമൻ അവളോട് പറയുന്നത് തുണിയലക്കുന്നവൻ പറഞ്ഞത് കേട്ടിട്ടല്ല, ആഞ്ജനേയൻ വിളിച്ചുകൊണ്ട് വരുമ്പോഴേ പറയുന്നത്, സീതേ, ജനകജെ, നിനക്ക് 8 ദിക്കുകളിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാം, ഇനി നിന്നെ എനിക്ക് ആവശ്യമില്ല. ഞാൻ രാവണവധം നിർവഹിച്ചത് എന്റെ ധർമ്മമാണ്. നേത്രരോഗിക്ക് ദീപമെന്ന പോലെ നീ എനിക്ക് അബദ്ധിയാണ്. നിങ്ങൾ ഇതെല്ലാം വായിച്ച പോലെയാണ് കേൾക്കുന്നതെങ്കിൽ രാവണനും രാമനും എവിടെയൊക്കെ നിൽക്കും. ഈ പുസ്തകം വായിക്കാൻ കഴിവുറ്റ കണ്ണുകളില്ലാത്ത ഒരുവൻ വായിച്ചാൽ രാവണൻ ഇതുവരെ സീതയെ പ്രാപിച്ചിട്ടില്ല എന്ന് കൃത്യമായി ഋഷി എഴുതിയത് വായിച്ച നിങ്ങൾ, ആ സീതയോട് രാമൻ
ശിംശപാ വൃക്ഷച്ചുവട്ടിൽ രാമരാമേതി ജപിച്ചിരുന്ന സീതയോട്, നിനക്ക് 8 ദിക്കുകളിൽ എങ്ങോട്ടും പോകാം, നിന്നെ എനിക്കിനി ആവശ്യമില്ല. നേത്രരോഗിക്ക് ദീപമെന്ന പോലെ നീ എനിക്ക് അപഥ്യയാണ്. ഇത് നിങ്ങൾ രാമായണത്തിൽ നിന്ന് വായിച്ചാൽ ഇന്ന് രാവണനോട് നിങ്ങൾക്കുണ്ടാകുന്നതിനേക്കാൾ വെറുപ്പ് രാമനോടുണ്ടാകുമോ? ഇത്ര നേരമുള്ളത് ഒരുമാതിരി സഹിക്കാമായിരുന്നു. അതുകൊണ്ട് ഈ പുസ്തകമൊന്നും എടുത്ത് ചുമ്മാ വായിക്കരുത്. ഭാരതത്തിന്റെ നീതിശാസ്ത്രവും ഭാരതത്തിന്റെ അലങ്കാരശാസ്ത്രവും ഭാരതത്തിന്റെ ഛന്ദശാസ്ത്രവും ഒക്കെ ചേർത്ത് വെച്ച് വായിക്കാൻ അറിഞ്ഞിട്ട് വേണം സ്വയം അർത്ഥകൽപ്പനകൾ നടത്താൻ. നേത്രരോഗിക്ക് ദീപം ഇഷ്ടമല്ലാതെ വരുന്നത് ദീപത്തിന്റെ കളങ്കം കൊണ്ടോ നേത്രത്തിന്റെ രോഗം കൊണ്ടോ? ചോദ്യം മനസ്സിലായില്ല. മഞ്ഞപ്പിത്തമുള്ളവന് ദീപം കാണാൻ വയ്യാതാകുന്നത് ദീപത്തിന് കളങ്കം വന്നിട്ടോ നേത്രത്തിന് രോഗം വന്നിട്ടോ? സർവാദരണീയമായ ഭാരതീയ സ്ത്രീത്വത്തെ സർവാദരണീയനായ രാമൻ സമുജ്വലമായൊരു ഭൂമികയിലേക്ക് ഉയർത്തിക്കാണുകയാണ്. ലോകകണ്ഠകനായ രാവണന്റെ സർവവിഭൂതികളും തികഞ്ഞ ലങ്കയിൽ താമസിച്ചിട്ടും ഒരു പ്രാവശ്യം പോലും ലങ്കയുടെ വിഭൂതിയോ രാവണ സൗന്ദര്യമോ ആഹ്ലാദിപ്പിക്കാത്ത, വലിച്ചടിപ്പിക്കാത്ത ഭാരത മഹിമാവിന്റെ സമുജ്വലയായ മാതാവ്, സമുജ്വലയായ പത്നി, സമുന്നതയായ പുത്രി, പാശ്ചാത്യർ ചവച്ചു തുപ്പിയ ഇന്ത്യൻ സ്ത്രീത്വത്തിനും ഇന്ത്യയുടെ മണ്ണിനും ഇന്ന് ഈ കൃതി മനസ്സിലാകുമോ? സെമറ്റിക് സംസ്കൃതി തൊട്ടു തീണ്ടാത്ത, രക്തം ദുഷിക്കാത്ത ഭാരതീയന്റെ അന്തർഗതങ്ങൾക്കല്ലാതെ ആർക്കാണ് ഈ സത്യം മനസ്സിലാവുക? രാമൻ എത്ര സമുജ്വലമായാണ് സീതയോട് പറഞ്ഞത്. ഇവിടെ നിന്നും പരിശുദ്ധയായി വരുന്ന നീ ഒരു കൊട്ടാരത്തിനും യോഗ്യയല്ല. വിഷയാഭിലാഷങ്ങളുടെയും വിഷയതൃഷ്ണകളുടെയും കൊട്ടാരത്തിലേക്കല്ല നീ പോകേണ്ടത്. സർവസംഘ പരിത്യാഗത്തിന്റെ സമുജ്വല ഭൂമിയായ വാൽമീകി ആശ്രമത്തിലേക്ക്. അച്ഛന്റെ സത്യം പരിപാലിക്കാൻ ജടാജൂഢമണിഞ്ഞ് മരവുരി ധരിച്ച് മുനിയായി സഞ്ചരിച്ചിട്ടും ആ ഉടുത്ത മരവുരിയുടെയോ അണിഞ്ഞ ജടയുടെയോ അന്തർഗതങ്ങൾ ഇനിയും ആയിട്ടില്ലാത്ത ഞാനും അതിനെപ്പോലെ പോലും ഉല്ലംഘിക്കുന്ന സമുജ്വലയായ ഭാരതീയ സ്ത്രീത്വവും അവതാരവരിഷ്ഠനായ ആദി കവിയുടെ ആത്മഭാവമായ രാമനിലൂടെ സമുജ്വലമാക്കപ്പെട്ട് സമ്പന്നമായ ആ സംസ്കൃതിയുടെ സ്ത്രീത്വം സീതയിലൂടെ സമാദരിക്കപ്പെടുന്ന വാക്കുകളായിരുന്നു അത്.
അത് വായിച്ചാൽ മനസ്സിലാകണമെങ്കിൽ സ്ത്രീയും പുരുഷനുമൊക്കെ എത്ര പുണ്യമുള്ളവരായിരിക്കണം. അല്ലാതെ ഹിന്ദുവും ജന്തുവും ഒന്നും ആയാൽ പോരാ. അത് ഉൾക്കൊള്ളാവുന്നൊരു പാരമ്പര്യവും അതിനുള്ള പുണ്യാതിരേഖവും ആദ്യം നാം നേടണം. ഇപ്പൊ സീതാരാമന്മാരെയും രാമായണത്തെയും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ ഋഷി അതിൽ ഓരോ കഥാപാത്രത്തെയും സമുജ്വലമായ ധർമ്മത്തിന്റെ ചരടിൽ കോർത്തു നിർത്തുമ്പോൾ രാവണനും ആ ചരടിൽ തന്നെയാണ് നിൽക്കുന്നത്. രാമന്റെ ഇംഗിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ലാത്ത രാമനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാത്ത എല്ലാ കഥാപാത്രങ്ങളുടെയും കഥ അതിലേതെങ്കിലും ഒരു കഥാപാത്രം രാമനിൽ നിന്നകന്നല്ല നിൽക്കുന്നത്. അതാ രാവണനിലും കാണുന്നത്. വിദ്വേഷഭക്തിയിലൂടെ മാത്രമേ നാരായണനെ പ്രാപിക്കാൻ എനിക്ക് കഴിയൂ, അല്ലാതെ എന്നെ അദ്ദേഹം മോക്ഷത്തിലെത്തിക്കില്ല എന്ന് ശൂർപ്പണാഖാവൃത്താന്തം കഴിഞ്ഞുടനെ പറയുന്ന രാവണൻ. അത് വിട്ടിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ശൂർപ്പണാഖ വന്ന് പറഞ്ഞു കഴിഞ്ഞ് ഉടനെ പറയുന്നുണ്ട്, മറ്റൊന്നുകൊണ്ടും പ്രഭു എന്നെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകില്ല. അതിനായി വിദ്വേഷഭക്തി നാരദപ്രണീതമായ സംരംഭയോഗം സ്വീകരിച്ച ഭക്തി ഏറ്റവും കൂടുന്നത് ദ്വേഷത്തിലാണ്. ദ്വേഷഭക്തിയാണ് സദാ ഉള്ളിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മരുമകള് പിന്നീട് അമ്മായിയമ്മയാവുമ്പോൾ അവളുടെ അമ്മായിയമ്മയെ പോലെ തന്നെ പെരുമാറുന്നത്. മനസ്സിലായില്ല? ഒരു അല്പം പോലും വ്യത്യാസം വരികയില്ല. ദേശം ഒരല്പം കൂടിയെങ്കിലേ ഉള്ളൂ. അനുഭവസ്ഥരായിരിക്കുന്നതെന്ന് അവർ സമ്മതിച്ചപ്പോൾ പിന്നെ ഞാനിനി കടന്നാക്രമിക്കണ്ട. കാരണം ദ്വേഷിച്ച് അതുപോലാവും. ലോകത്തിലേതു മനുഷ്യനും കാലാന്തരത്തിൽ വന്നുപോകുന്ന രൂപവും കാലാന്തരത്തിൽ വന്നുപോകുന്ന സ്വഭാവവും അവന്റെ എതിരാളിയുടേതാണ്. ധർമ്മ സംസ്ഥാപനത്തിന് എന്ന് പറയുന്ന നിങ്ങളുടെ നാട്ടിലെ എല്ലാ പാർട്ടികളും അവരേറ്റവും കൂടുതൽ വിമർശിച്ച പാർട്ടിയുടെ സ്വഭാവം മുഴുവൻ ഉൾക്കൊണ്ടവരാണ്. അതിലെ ഏത് നേതാവിനെയാണോ ഓരോ പ്രസംഗത്തിലും കൂടുതൽ എതിർത്തത് അയാളുടെ എല്ലാ ദൂഷ്യങ്ങളോടും കൂടിയാണ് ഇവൻ പിന്നെ വളർന്നിട്ടുള്ളത്. ഇതിന്റെ പ്രണേതാവ് നാരദനാണ്, ഞാനല്ല. പാലക്കാട്ടുകാർക്കാണെങ്കിൽ ഇത് സുപരിചിതവുമാണ്. അതുകൊണ്ട് പിന്നെ ഉദാഹരണം തേടി ഞാൻ വേറെങ്ങും പോകണ്ട. കാരണം പാലക്കാടെ മൈതാനങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അതുകൊണ്ട് വ്യക്തി ഏതിനെ എതിർക്കുന്നുവോ, നിങ്ങളോട് ചോദിച്ചാലും അതെ, നിങ്ങൾ പൂജിക്കാനിരുന്നാലും പഠിക്കാനിരുന്നാലും നിങ്ങൾ ഉറങ്ങാൻ കിടന്നാലും നിങ്ങളുടെ മനോമുകുരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രൂപവും ഭാവവും വാക്കും നിങ്ങളുടെ എതിരാളിയുടേതായിരിക്കും. ശരിയല്ല?
ഒരു നേരം പിരിയാതെ കൂടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഭക്തിയും സ്നേഹവും ഉള്ളയാളല്ല. നിങ്ങള് ഭക്തരും കാണും, എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ആശ്രമത്തിലെ സ്വാമിയെയോ ഏതെങ്കിലും സിദ്ധയെയോ സിദ്ധനെയോ ഒക്കെ ഭക്തിയോടെ കാണും. പക്ഷെ അവരുടെ മുഖം തെളിഞ്ഞു വരുന്നതിനേക്കാൾ നിങ്ങളെ അവരുടെ അടുക്കലേക്ക് വിടാതെ നിർത്തിയ, നിങ്ങൾക്ക് മുകളിൽ ഭക്തി കാണിച്ച് നിൽക്കുന്ന അവിടുത്തെ സെക്രട്ടറിയുടെയോ പ്രസിഡന്റിന്റെയോ രൂപമാണ് ശത്രുതയോടെ ആദ്യം തെളിഞ്ഞു വരിക. ശരിയല്ല, ശരിയല്ല. അമ്പലത്തിലെത്തിയ നടക്കി നേരെ തൊഴാൻ നിൽക്കുമ്പോൾ നിങ്ങളെ വകഞ്ഞു മാറ്റിയ ആളിന്റെ രൂപം അല്ലാതെ അകത്തെ വിഗ്രഹം തെളിയാറില്ല. ഇതൊന്നും ശരിയല്ല. അവസാനം നിങ്ങൾ അയാളെ പോലാവും, ഭഗവാനെ പോലാവില്ല. ഭക്തി രണ്ടു തരമുണ്ട്. ഒന്നതിന്റെ സമതയിൽ പോകുന്ന പ്രേമഭക്തി. രാമായണം പ്രേമഭക്തിയുടെയും വിദ്വേഷഭക്തിയുടെയും വിളനിലമാണ്. രാമനിൽ വിദ്വേഷഭക്തി വളർന്ന രാവണാദികളുടെയും രാമനിൽ പ്രേമഭക്തി വളർന്ന ശബര്യാദികളുടെയും കഥയാണ്. രണ്ടും സമജ്വലമായി സന്നിവേശിക്കുമ്പോൾ രാവണൻ വിദ്വേഷഭക്തിയിലൂടെയാണ് രാമസായുജ്യത്തിനൊരുങ്ങുന്നത്. ശബരിയാകട്ടെ പ്രേമഭക്തിയിലൂടെയാണ് പ്രഭുവിനെ സമീപിക്കുന്നത്. രണ്ടു ഭക്തിയാണിത്. ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം, ഏതാണ് കൂടുതൽ എളുപ്പം എന്ന് ചിന്തിക്കേണ്ട. രണ്ടും എളുപ്പമാണ്, രണ്ടും ഉത്തമമാണ്. പക്ഷെ ലോകർക്കും ലൗകികത്തിനും നല്ലത് പ്രേമഭക്തിയാണ്, വിദ്വേഷഭക്തിയല്ല. ഉത്തമമായ ഭക്തി രാവണന്റെതല്ല, ശങ്കയൊന്നും വേണ്ട. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ അതാണ് ഉത്തമമെന്ന് ഞാൻ പറഞ്ഞേക്കുമെന്ന് നിങ്ങൾ ധരിച്ചു എന്ന് തോന്നുന്നു. അല്ല, അത് ഉത്തമമല്ല, അത് അധമഭക്തിയാണ്, മധ്യമവുമല്ല. രാവണന്റെ സായുജ്യം എളുപ്പമാണ്, പക്ഷെ അനുകരണീയമായ ഉത്തമ ഭക്തിയല്ലത്. അതിലൂടെ എത്താൻ എല്ലാവർക്കും എളുപ്പവുമല്ല. അതിലടങ്ങിയിരിക്കുന്ന ശൗര്യാദികൾ ഒട്ടേറെ ജീവജാലങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. കർമ്മഫലത്തിന്റെ നിഷ്ഠൂര രംഗങ്ങളിലൂടെ ക്ഷണനേരം എങ്കിലും കടന്നു പോകേണ്ടതാണ്. രാവണന് ജ്ഞാനമുള്ളത് കൊണ്ട് അത് എളുപ്പമാണ്. അല്ലാത്തവരെ സംബന്ധിച്ചത് ആസ്വാദ്യമല്ല. രാവണന് തന്റെ ലക്ഷ്യമെന്നുള്ളതല്ലാതെ മണ്ഡോദരിയോ മാല്യവാനോ കുംഭകർണനോ വിഭീഷണനോ പുത്രന്മാരായ ഇന്ദ്രജിത്തോ അക്ഷകുമാരനോ ഒന്നും ബന്ധമില്ലാത്തവരായതുകൊണ്ട് മനസ്സിലായില്ല. ലക്ഷ്യം മാത്രം കുറിച്ച് നീങ്ങുന്നവന് അത് ഉത്തമമാണ്. മാനവ ബന്ധങ്ങൾക്കും അഹിംസയ്ക്കും സത്യത്തിനും അസ്തേയത്തിനും ബ്രഹ്മചര്യത്തിനും വില കൽപ്പിക്കുമെങ്കിൽ
വിരോധഭക്തി ഉത്തമമാർഗമല്ല. ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടിട്ട് രാവണഭക്തി അനുകരിക്കാനൊന്നും ഒരുങ്ങരുത്. രാവണനെ നിന്ദിക്കാതെ രാമഭക്തനായി കാണുക എന്ന രാമനോടുള്ള പ്രേമഭക്തി ഉത്തമമാണ്. രാവണനെ പോലും നിന്ദിക്കാതെ. മനസ്സിലായില്ല? അതാ രാമായണം തരുന്ന. രാമായണം പഠിച്ചു കഴിഞ്ഞാൽ ഒന്നിനെയും നിന്ദിക്കാതെ എല്ലാത്തിനെയും സമാശ്ലേഷിക്കുവാനുള്ള വികാസമാണ് മാനവനുണ്ടായിരുന്നത്. അങ്ങനെയാണ് പൗരാണികർ രാമായണമൊക്കെ പഠിച്ചത്. ഉണ്ടെന്ന് ഇത്രയേറെ വിദ്വേഷവും ഇത്രയേറെ എതിർപ്പും ഇത്ര കണ്ട് ശോകവും അന്ന് ജനതയ്ക്കുണ്ടായിരുന്നില്ല. മനസ്സ് നിർമ്മലമാകൊണ്ട് വേണ്ടത്ര സമ്പത്തും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മനസ്സൊക്കെ നിർമ്മലമല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് രാമായണം പഠിക്കുമ്പോൾ പ്രേമഭക്തിയുടേതായ ശബരിയെ, രാമായണത്തിൽ ഏറ്റവും നല്ല ഭക്ത ശബരിയാണ്. ആഞ്ജനേയനെ, ഭക്തിയിൽ ആഞ്ജനേയൻ ഇതിനൊക്കെ മേലെയാണ്. കാരണം ഹൃദയത്തിൽ രാമസ്വരൂപവും ചുണ്ടിൽ രാമനാമവും കയ്യിൽ രാമാങ്കുലീയവുമായി പോകുന്ന ഒരു രാമദൂതന്റെ കഥയുണ്ട് സുന്ദരകാണ്ഡത്തിൽ. അതുകൊണ്ട് ഭക്തിയിൽ ആഞ്ജനേയൻ സർവോത്തമനാണ്. അതുകൊണ്ട് ആ ചിത്രവും ഗംഭീരമാണ്. രാവണൻ പോയി കഴിഞ്ഞ് അശോകവനത്തിൽ നിന്ന് പുറത്തു വന്ന് ലങ്ക തച്ചു തകർത്ത് അക്ഷകുമാരനെ വധിച്ച് ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം തൊടുക്കുമ്പോൾ വന്ദിച്ചു നിന്ന് ബന്ധനസ്ഥനായി. നിങ്ങൾ വായിക്കുക, ഇന്ദ്രജിത്ത് ബന്ധിച്ചു എന്നാണ്. അങ്ങനല്ലേ? അല്ലേ? ബ്രഹ്മാസ്ത്രത്തെ നമിച്ചു നിൽക്കുമ്പോൾ സ്വയം ബന്ധനസ്ഥനാകാൻ നിന്നുകൊടുത്ത് രാവണന്റെ മുമ്പിലെത്തി രാവണനേക്കാൾ ഉയരത്തിൽ വാലു ചുരുട്ടി മുകളിലിരുന്ന് രാവണനോട് സംസാരിക്കുന്ന രാമന്റെ ഭക്തനായ രാവണനും രാമന്റെ ഭക്തനായ ആഞ്ജനേയനും ഒരുമിച്ച് കാണുന്ന ഒരു നിമിഷാർദ്ധം കൊണ്ട് വിദ്വേഷഭക്തി വളർന്നു നിന്ന രാവണന്റെ ഭൂതി പരിപൂർണമായുള്ള ലങ്കയെ ഭൂതി പരിപൂർണമാക്കി ചമച്ച്, അങ്ങനെ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. പുനരനില സുതനിധി ദഹിപ്പിച്ചിതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിത് അത്ഭുതം എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദഹിപ്പിച്ച് രാവണന്റെ മുമ്പിൽ വന്നിരുന്ന് രാവണനേക്കാൾ ഉയരത്തിലിരുന്ന് രാവണനോട് ഉപദേശിക്കുന്ന ഒരു ആഞ്ജനേയൻ. അവന്റെ ധാർഷ്ട്യം രാവണന് സഹിക്കുന്നതായിരുന്നില്ല. രാവണൻ പറയുന്നുണ്ടത്, കൊന്നുകളയാനാ പറയുന്നത് പ്രഹസ്തനോട്. ഇവിടെ വിഭീഷണനാവെന്ന് പറയുന്നത് ദൂതനാണ്, വിവരം അറിയിക്കേണ്ടതാണ്. ദൂതനെ കൊല്ലുന്നത് രാജനീതിയിൽ നിന്ദ്യമാണ്. രാജനീതി അറിയാത്തവനല്ല രാവണൻ, രാജനീതികൾ തെറ്റിച്ചിട്ടുള്ളവനല്ല രാവണൻ. നീതിമാനായ രാവണൻ, പ്രഹസ്തൻ ആഞ്ജനേയനോട് പറയുന്നത് തന്നെയുണ്ട്, രാവണന്റെ സഭയിൽ പേടിക്കണ്ട, ഈ രാവണ സഭ ബ്രഹ്മസഭയേക്കാൾ അത്യുത്തമമാണ്. വായിച്ചിട്ടില്ല? ബ്രഹ്മസഭയിൽ പോലും ഇത്രയും നീതി കിട്ടില്ല. അവസാനമാ ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് ലങ്ക മുഴുവൻ ചുട്ട്
ലങ്കയുടെ ആസ്തിയും രാവണന്റെ ബലവും രാവണ സൈന്യത്തിന്റെ ബലവും കൃത്യമായി മനസ്സിലാക്കി രാമസന്നിധിയിലെത്തുന്നത്. രാമന്റെ ഭക്താഗ്രേസരനായ ആഞ്ജനേയനും രാമന്റെ ഭക്തനായ രാവണനും നിത്യമോക്ഷത്തിന്റെ സർവ ശരീര അന്തർഗതമായ ജീവിതത്തോടുകൂടി നിത്യമോക്ഷത്തിന്റെ അതുല്യ സൗഭാഗ്യത്തിലേക്ക് ഉയരുന്ന ആഞ്ജനേയനും വൈകുണ്ഠലോകത്തേക്ക് എത്തുവാൻ രാമശരമേറ്റ് മോക്ഷം പ്രാപിക്കുന്ന രാവണനും ആഞ്ജനേയൻ അനുകരണീയമായ രാമഭക്തിയുടെയും രാവണൻ ആരാധ്യമായ രാമഭക്തിയുടെയും രണ്ട് സമുജ്വല രൂപങ്ങളെന്ന് അറിയാനിടയായാൽ രാമായണ വായന വലിയ തെറ്റില്ലാത്ത ഒന്നാവും. അതിനിനിയും ഒരു പുനർവായന വേണ്ടിവരുമെന്ന് തോന്നുന്നു. ശരിയല്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്വാമിജി ഞങ്ങൾ വായിച്ചതും പഠിച്ചതും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ഉൾക്കൊണ്ടിരുന്നതും. ഇങ്ങനെയാണ് ഉൾക്കൊണ്ടിരുന്നത്. രാവണനെയും ആഞ്ജനേയനും ഒക്കെ ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത്. വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു പുനർവായന ആവശ്യം. ഒന്നുകൂടെ ചെന്ന് രാമായണം വായിക്കുക. വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ കഥ ആർ പറയുന്നു എന്ന് വായിക്കുക. അപ്പോഴാണ് ആ പുനർവായനയിൽ ഇതെല്ലാം തെളിഞ്ഞു വരിക. രാവണൻ സീതയോട് പറയുന്ന മർമ്മപ്രധാനമായ കാര്യങ്ങൾ രാമായണത്തിന്റെ തുടക്കമായി മാറുന്നുണ്ടോ എന്നുകൂടെ നോക്കുക. വായനക്കാരന് രാമായണം ലഭിക്കുന്നത് അങ്ങ് കൈലാസാചലത്തിലാണ്. മറിച്ചുള്ള ആരംഭം സമാധിസ്ഥനായിരിക്കുന്ന പരമേശ്വരന്റെ അടുക്കൽ ചെന്ന് പാർവതി ചോദിക്കുന്നുണ്ട്, ദേവദേവ ഏതാണ് ലോകതത്വം? ഉത്തമേ, നീ ഉത്തമോത്തമയാണ്. നീ ലോകതത്വം ചോദിച്ചല്ലോ. സാധാരണ വിവാഹമൊക്കെ കഴിഞ്ഞ് വന്നാല് പെണ്ണുങ്ങൾ ഇതൊന്നും ചോദിക്കാറില്ല. ഇനി പുരുഷന്മാരോട് ഇത് ചോദിച്ചിട്ട് കാര്യവുമില്ല. ആ കൊഞ്ഞാണ്ടന്മാർക്ക് ഇത് അറിയുകയില്ല. ഒന്നാമത്തതിൽ നിർത്തിയാൽ പെശക. അതെനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് പരമേശ്വരൻ വേണ്ടവണ്ണം അഭിനന്ദിച്ചു. ലോകത്തിൽ ആരെങ്കിലും വിവാഹം ഒരു മൃഗതൃഷ്ണയാണെന്ന് വിശ്വസിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ അന്തർഗതങ്ങൾ, ആഫ്റ്റർ ഓൾ മാരേജ് ഈസ് ഓൺലി ആൻ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്. കാരണം വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടിയത് മുതൽ അങ്ങനെയാണ്. അതിനു മുമ്പൊരു സംസ്കാരമുണ്ട്, വിവാഹമെന്ന സംസ്കാരം. ഇന്നതില്ല. അവിടെ പുണ്യാഹവും ലാജഹോമവും സപ്തപതിയും പാണിഗ്രഹണവുമൊക്കെയുണ്ട്. സമാധിഗതമായ മനസ്സുകൊണ്ട് ജലത്തെ പുണ്യമുള്ളതാക്കി തീർത്ത് ആ പുണ്യാഹം കഴിഞ്ഞ്
ലാജം ഹോമിച്ച് പാരമ്പര്യത്തിൻ്റെയും ജനിതകത്തിൻ്റെയും മാപിനിയെ ഭർതൃസവിധത്തിലാക്കി വെച്ച് ഭരദ്വാജന്റെ ഗോത്രത്തിൽ പിറന്ന് അശ്വലായന ഗൃഹ്യസൂത്രത്തെ അവലംബിച്ച് ജീവിക്കുന്ന ഒരു പുരുഷൻ വിശ്വാമിത്ര ഗോത്രത്തിൽ പിറന്ന ഒരു കുട്ടിയെ വരിക്കുമ്പോൾ ഗോത്രവും സൂത്രവും ഭർതൃപരദേവതയുടെ ജനിതക മാപിനിക്കനുസരിച്ച് മാറ്റിമറിച്ച് പോയില്ലെങ്കിൽ ആന്തരികമായ ജനിതക വൈകല്യങ്ങളുടെ ആന്തരികമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ അന്തർഗതങ്ങളിൽ ജനിക്കുന്ന ഓരോ ശിശുവും അവന്റെയും അവളുടെയും സമൂഹത്തിന്റെയും അന്തകനായി മാത്രമേ ജനിക്കൂ എന്നറിഞ്ഞ സംസ്കൃത ചിത്രന്മാരുടെ ശാസ്ത്രകുതികകളുടെ അന്തർഗതങ്ങളിൽ കുറച്ച് വിഷമം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിവാഹമെന്ന സംസ്കാരവും സഹോദരൻ നടത്തുന്ന ലാജഹോമവും സൂത്രഗോത്രാദികൾ ഭർതൃപരദേവതയുടെ ഗോത്രത്തിലേക്കാക്കി ചെയ്ത് ഉപനയനവും സമാവർത്തനവും കഴിഞ്ഞ് വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച് തന്റെ പത്നിയെ, ആ ദേവതാ സ്വരൂപത്തെ ശുഭേച്ഛയിലൂടെ, സുവിചാരണയിലൂടെ, തനുമാനസയിലൂടെ, സത്വാവത്തിയിലൂടെ, അസംസക്തിയിലൂടെ, പദാർത്ഥാഭാവനയിലൂടെ, തുര്യകയിലൂടെ കൂട്ടിക്കൊണ്ടുപോകുമെന്നും നിന്റെ ഇച്ഛകളെ ശുഭമാക്കി ചെയ്ത് ശുഭേച്ഛ, സുവിചാരണ, നിന്റെ മനസ്സിന് തനുത്വം വന്ന് സൂക്ഷ്മമായി സങ്കല്പവികൽപ്പങ്ങളറ്റ്, സത്വാപത്തിയിൽ ആഗ്രഹങ്ങളറ്റ്, അസംസക്തയായി പദാർത്ഥങ്ങളുടെ അഭാവം പദാർത്ഥങ്ങളെക്കാൾ നീ മനസ്സിലാക്കുമ്പോൾ നിന്നെ ഞാൻ നിർവികൽപ്പ സമാധിയുടെ തുര്യകയിൽ എത്തിക്കുമെന്ന് ശപഥം ചെയ്തു വലത്തുകാൽ വലത്ത് കൈ കൊണ്ട് പിടിച്ച് 7 ചുവടുകൾ വെപ്പിക്കുന്ന സപ്തപതിയും കഴിഞ്ഞ് ഗൃഭ്ണാമിതേ സൗഭഗത്വായ ഹസ്തമെന്ന് പാണിഗ്രഹണ മന്ത്രവും ജപിച്ച് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ സീതരാമനോട് പറയുന്നൊരു ഭാഗമുണ്ട്, പാണിഗ്രഹണ മന്ത്രം മറക്കരുതെന്ന്. നെഞ്ചത്ത് കൈവച്ച് ഏതെങ്കിലും ഭാരത സ്ത്രീക്കോ ഏതെങ്കിലും ഭാരതീയനായ പുരുഷനോ തന്നോട് തന്നെ ഇത് പറയാനാവുമോ? പിന്നല്ലേ മറ്റൊരാളോട്. സംസ്കാരമൊന്നു വേറെയാണ്. ഈ രാമതത്വമാണ് ലോകതത്വം. ഇതാണ് രാമായണത്തിന്റെ സന്ദർഭം. അധ്യാത്മ രാമായണത്തിന്റെ സന്ദർഭം ഇതാണ്. അവിടെ ശിവൻ പാർവതിയോട് രാമായണ കഥ പറയാൻ ഒരു ഫ്ലാഷ് ബാക്ക് അവതരിപ്പിക്കുന്നത്. രാമരാവണ യുദ്ധം കഴിഞ്ഞ്, അഭിഷേകം കഴിഞ്ഞ്, സീതയും രാമനും ഇരിക്കുമ്പോൾ അടുക്കൽ പോകാതെ നിൽക്കുന്ന ആഞ്ജനേയനെ നോക്കി രാമൻ സീതയോട് ആഞ്ജനേയന് തത്വം ഉപദേശിക്കാൻ ആവശ്യപ്പെടുകയാണ്. സീത പോയി രാവണവധം നിർവഹിച്ചതും വരെയുള്ള മുഴുവൻ കഥയും പറഞ്ഞിട്ട് സീത ആഞ്ജനേയനോട് പറഞ്ഞു, ഇല്ല ആഞ്ജനേയ, ഇല്ല, ഇതൊന്നും രാമൻ ചെയ്തിട്ടില്ല. രാമൻ കർത്താവുമല്ല ഭോക്താവുമല്ല.
സത്താമാത്രനത്രേ. ഇത് വായിച്ചിട്ട് രാമായണം വായിച്ച് എത്ര പേരുണ്ട്? നിങ്ങൾ ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോന്നാ ചോദിച്ചേ. ഇങ്ങനൊരു ഭാഗം രാമായണത്തിൽ വായിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നാ പറയുന്നത്. വായിച്ചിട്ടുണ്ടെങ്കിൽ ബാലിയെ രാമൻ കൊന്നു എന്ന് പിന്നെ പറയുവോ? രാവണനെ രാമൻ വധിച്ചു എന്ന് പിന്നെ പറയുവോ? ഇത് വായിച്ച ഒരാൾക്കെങ്കിലും രാമായണം വായിക്കേണ്ട സുതാര്യമായൊരു ലിംഗം രാമായണകാര്യൻ പരമേശ്വരനും പാർവതിയും തമ്മിലുള്ള സംവാദത്തിൽ പരമേശ്വരൻ പാർവതിയോട് പറയുന്നതായി അഭിഷേകം കഴിഞ്ഞ് ആഞ്ജനേയന് സീത ഉപദേശിക്കുന്ന ഈ സന്ദർഭത്തിൽ നിന്ന് പറയുമ്പോൾ രാമൻ കർത്താവല്ല, രാമൻ ഭോക്താവല്ല, സത്താമാത്രനാണ് രാമൻ, രാമൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് എണ്ണി എണ്ണി രാമായണാരംഭം മുതൽ അവസാനം വരെയുള്ള കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് നിലകൊള്ളുമ്പോൾ വായനക്കാരൻ വായിച്ചത് ഈ ഗ്രന്ഥമാണെങ്കിൽ അതവൻ ഉൾക്കൊണ്ടു എങ്കിൽ രാമൻ വനത്തിലേക്ക് പോയി, രാമൻ താടകയ്ക്ക് മോക്ഷം നൽകി, രാമൻ വില്ലൊടിച്ച് സീതയെ വേട്ടു, രാമൻ ആഞ്ജനേയനെ നിയോഗിച്ചു, രാമൻ കൊന്നു, രാമൻ രാവണനെ വധിച്ചു എന്ന് പറയാനാവുമോ? എന്തെങ്കിലും ഒരു ഉത്തരം പറ. ആവില്ല. നിങ്ങൾ പറയാറുണ്ടോ? പറയാനാവില്ല, അത്രയും നിങ്ങൾ സമ്മതിച്ചു. നിങ്ങൾ പറയാറുണ്ടോ? അടുത്ത ചോദ്യമാ. നിങ്ങൾ പറയാറുണ്ടോ? ഉണ്ട്. രാമൻ സീതയെ ഉപേക്ഷിച്ചു, രാമൻ രാവണനെ കൊന്നു, രാമൻ ഭാര്യയെ കൊന്നു, രാമൻ ആഞ്ജനേയനെ നിയോഗിച്ചു, രാമൻ ശബരിക്ക് ഉപദേശിച്ചു എന്നെല്ലാം നിങ്ങൾ പറയാറുണ്ടോ? ഉണ്ടോ? അപ്പൊ നിങ്ങൾ രാമായണം വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിച്ചാൽ പറയാൻ പറ്റില്ല. രാമായണം വായിച്ചാൽ അതിൽ സ്പഷ്ടമായി വാച്യഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. വ്യംഗ്യമല്ല, ചമൽക്കാരമല്ല, വ്യാഖ്യാനമല്ല. വാക്കിന് മലയാളത്തിൽ പറയുന്ന അർത്ഥം മാറ്റി എന്തൊക്കെയോ വ്യാഖ്യാനിച്ചൊപ്പിച്ച് വേദാന്തി പറയുന്നതല്ല. മനസ്സിലായില്ല? പച്ച മലയാളത്തിൽ എഴുത്തച്ഛൻ എഴുതിയതാ അത്. ശരിയാണ്, ശരിയാണ്. രാമൻ കർത്താവുമല്ല, കർത്താവുമല്ല, സത്താമാത്രനിവൻ. നിന്നോടിനി ഉള്ളവണ്ണം എന്റെ കാര്യം ഞാൻ പറയാം. ഞാനാണ് അവിദ്യ, സംസ്കൃതി എന്നും ചിലർ പറയും. ഞാൻ മൂലപ്രകൃതി ആയതെടൂ. എന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽ സ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. പഴയ പുസ്തകം നിങ്ങൾ വായിക്കുന്ന ഈ പുസ്തകത്തിൽ തൽ സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. അപ്പോഴേക്ക് ഇന്ത്യൻ പീനൽ കോഡ് വന്നു. പറഞ്ഞാൽ മനസ്സിലായില്ല.
ഇന്ത്യൻ പീനൽ കോഡ് വന്നപ്പോൾ ബുദ്ധിമാന്മാരായ വക്കീലന്മാരും ബുദ്ധിമാന്മാരായ ജഡ്ജിമാരും നിങ്ങളിൽ ഒരുത്തന്റെ കോട്ടെടുത്തിട്ടുണ്ട് വേറൊരുത്തൻ പോയി ഒരാളെ കൊല ചെയ്താൽ നിങ്ങളെ തൂക്കിക്കൊല്ലണമെന്ന് വിധിക്കുന്നതായി. തെളിവ് നിങ്ങൾക്കെതിരാണ്. മനസ്സിലായില്ല? അങ്ങനെയല്ലേ നിയമം? അങ്ങനെയല്ലേ നിയമം? അതുകൊണ്ട് പുതിയ ബുദ്ധിമാന്മാർ രാമായണം സംശോധിച്ചെഴുതി. അതിൽ എഴുതിയിട്ടുണ്ട് സംശോധിച്ചവരുടെ പേര്. അവർ സംശോധിച്ചെഴുതിയപ്പോൾ അവരുടെ ശോധനയിൽ രാമായണം ഇങ്ങനെയായി. തൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. ഒന്ന് മാറ്റിയാ മതി. തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്ന അബുധജനം. മനസ്സിലായില്ല? നൂന്ന് വേണ്ട, ന അബുധജനം നങ്ങാക്കിയാ മതി. എന്നാലും സഹിക്കാം. അവിടെ ഇന്നു ദീർഘവും കൊടുത്തിട്ടുണ്ട് നീട്ടിപ്പാടാൻ. ഇനി അത് നിങ്ങൾ പാടി കേൾപ്പിക്കുമ്പം പിള്ളേരാകെ വിഷമത്തിലും ആവും. കാരണം ഈ രാമായണം ചൊല്ലി ചൊല്ലി ഇപ്പൊ പിന്നെ ദൈവാധീനത്തിനൊരു ഗുണമുണ്ട്. കാരണം മൈക്കും വെച്ചു കൊടുത്ത് വീട്ടിലെ ചൊല്ലല് നിർത്തി. 31 ദിവസം അമ്പലത്തിലുള്ള ആഘോഷമേ ഉള്ളൂ. നിങ്ങൾ പിരിവ് കൊടുത്താൽ മതി. വീട്ടിൽ ഈ ശല്യം ഇപ്പം ഇല്ല. മറ്റേ പണ്ട് വീട്ടുകാരിരുന്ന് ജപിച്ചോളുമായിരുന്നു, രാമായണം വായിക്കുമായിരുന്നു. 31 ദിവസം രാമായണം വീട്ടിൽ വായിക്കുമായിരുന്നു. അപ്പൊ എല്ലാവരും വായിക്കുമായിരുന്നു. ഇപ്പൊ ഇത് അമ്പലത്തിലൊരു വായനക്കാരനെ ഏൽപ്പിച്ചൊരു മൈക്കും വെച്ചു കൊടുത്താൽ മൈക്ക് ഓപ്പറേറ്ററും അവിടെ കാണുകയില്ല, വായിക്കുന്ന ആള് മാത്രം കാണും. ഇവിടെ അങ്ങനെ അല്ലെന്ന് വിചാരിക്കാം. ഇന്ന് എന്റെ വകയാണ് രാമായണ വായന. വായിക്കുകയാണ്. വായന ഏൽപ്പിച്ചിരുവൻ ചിലപ്പം വായിക്കുമ്പോൾ ഗതികേടും ആവും. ഞാനൊരുത്തൻ പോരുമീ ഈ വരെയൊക്കെ കൊല്ലുവാൻ. ഇങ്ങനെ രാമായണം ആകെ കുഴപ്പത്തിലാവും. അതിന് പകരം ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കും. വായന നല്ലോലൊന്ന് ശ്രദ്ധിക്കുക. സീത പറഞ്ഞത് ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണ്. എന്നെ മൂലപ്രകൃതി എന്നാണ് വിളിക്കുക. ചിലർ എന്നെ സംസൃതി എന്ന് വിളിക്കും, ചിലർ അവിദ്യ എന്നും. തൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം. അതിൽ തന്നെ ഉണ്ട് ഉത്തരം. അവന്റെ സാന്നിധ്യമേ ഉള്ളൂ ഞാനാ സൃഷ്ടിക്കുന്നത്. ആ തൽസ്വരൂപത്തിങ്കൽ ഞാനല്ലെന്നറിയുന്നവൻ ആരോ അവൻ മൂഢനാണ്. മനസ്സിലായില്ല? ഇപ്പൊ രാമായണം വായിച്ചിട്ട് ഇനി രാമനെതിരെ പറയുന്നവനെയൊക്കെ ഏത് പട്ടികപ്പെടുത്തണമെന്ന് കണ്ണാടി നോക്കിയാൽ മതി. തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഇതാ സീതയുടെ ഉപദേശം ആഞ്ജനേയന്. ഈ ഉപദേശത്തിന് കാരണം നേരത്തെ സുന്ദരകാണ്ഡത്തിൽ രാവണൻ സീതയോട് രാമനെ നന്നായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ശിവന്റെ ഭക്തനായ രാവണൻ, ശിവൻ ആരാധിക്കുന്ന രാമൻ, ഇതെല്ലാം ചേർത്തുവെച്ച ഈ സമുജ്വലമായ ആത്മമോക്ഷത്തിനുള്ള ദർശനത്തെ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് സെമറ്റിക് മതങ്ങളുടെ ഒരു പുസ്തകവും തെരുവിലേക്ക് കൊണ്ടുപോകാൻ സ്വാതന്ത്ര്യമില്ല. ഭാരതീയ സംസ്കാരത്തിന്റെ സമസ്ത ഗ്രന്ഥങ്ങളും ഏതളവ് വരെ വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായില്ല? കൊണ്ടുപോകുന്ന നിങ്ങൾ അതിനകത്തുള്ളത് വായിച്ച് വിമർശിച്ചിരുന്നെങ്കിൽ ആ കൊണ്ടുപോകൽ നല്ലതായിരുന്നു.
അതിലില്ലാത്തതെല്ലാം അതിലുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക കൂടി ചെയ്യുമ്പോൾ എത്ര ജന്മങ്ങളുടെ പാപം നിങ്ങൾ പേറേണ്ടി വരും? ചോദ്യം മനസ്സിലായില്ല. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പരിചയപ്പെടുത്തുമ്പോൾ, വീട്ടിലിരുന്ന് ഈ രാമായണം വായിക്കുമ്പോൾ അതിലെ വാച്യാർത്ഥം മാത്രമെടുത്താൽ ഒരത്ഭുതവും കാണിക്കണ്ട. നിങ്ങളുടെ PhD ഒന്നും രാമായണത്തിൽ ചെലുത്തണ്ട. ഋഷി പറഞ്ഞ പോലെ അങ്ങ് വായിച്ച് കേൾപ്പിച്ചാൽ. ഞാനിന്ന് അതേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ചെയ്യണമെന്നോർത്താണ് ഞാൻ വന്നത്. അതാണ് എനിക്കിഷ്ടവും. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഋഷിയുടെ വാച്യാർത്ഥം പോലും വളരെ കൂടുതലാണ്. വ്യംഗ്യചമൽക്കാര അതിശയങ്ങളോ ലക്ഷണാഭാഷയോ ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കണ്ട എന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി. ഞാനത് ഉപയോഗിച്ചിട്ടുമില്ല. രാമായണത്തിന്റെ വ്യംഗ്യചമൽക്കാര അതിശയങ്ങളും അതിന്റെ ലക്ഷണയും അത്യന്തം ഭാസുരമാണ്. അതിന് വേദങ്ങളും ഉപനിഷത്തുകളും അറിയുകയും വേണം. കാരണം ഭാരതീയ സംസ്കൃതിയിൽ ഉപനിഷത്തുകൾ പ്രാഥമിക ഗ്രന്ഥങ്ങളാണ്. അവയുടെ അറിവിൽ നിന്നാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങളെ ഒന്നിച്ച് കണ്ടപ്പോൾ തോന്നി അത്രയൊന്നും വേണ്ട, വാച്യമൊക്കെ മതി. അതിൽ കൂടുതൽ ആവശ്യമില്ല എന്ന് തോന്നി. സമയവും അതുകൊണ്ട് ഒരുപാടായെന്ന് തോന്നി. എനിക്ക് തുടരാവുന്നുള്ളതല്ല, സമയം എന്തായി എന്നാണ്. എന്നോട് പറഞ്ഞതൊരു 1/4 മണിക്കൂർ, അരമണിക്കൂർ വരെയൊക്കെ സ്വാമിജിക്ക് കൂടുതൽ പോകാമെന്നാണ് സംഘാടകൻ പറഞ്ഞത്. അവരനുവദിച്ച സമയം വരെ കൃത്യമായി എത്തിയത് കൊണ്ടാണ് ഞാൻ ഒന്ന് നിർത്തി നോക്കിയത്. നിങ്ങൾക്കൊക്കെ വീട്ടിൽ ചെല്ലേണ്ടതും കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുള്ളതുമൊക്കെയാണ്. അപ്പം ആ നിലയ്ക്ക് ഉദയാസ്തമനങ്ങളുള്ള നിങ്ങളെ കാര്യമായൊന്നും ചെയ്യാനില്ലാത്ത ഞാനിവിടെ പിടിച്ചിരുത്തി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞയാൾ പറഞ്ഞതൊക്കെ വെറുതെയാണ്. അതെന്റെ ഇരിപ്പ് കാണുമ്പോഴും ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ ഒരു തിരക്കുള്ളയാളല്ല. അതെല്ലാവരോടും പറഞ്ഞ പോലൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. ലോകത്ത് തിരക്കുള്ള ആളുകളാണെങ്കിലേ നിങ്ങൾക്കൊക്കെ അങ്ങ് സമ്മതമാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാവും. എൻ്റെ മനസ്സിനും എൻ്റെ കർമ്മങ്ങൾക്കും അധികം തിരക്കൊന്നുമില്ല. കാര്യമായി എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന വിശ്വാസവുമില്ല. പിന്നെ വന്നു പെടുമ്പോൾ ഏതാണ്ടൊക്കെ ചെയ്തു പോകുന്നു. അതിനെ ആളുകൾ പറയുന്ന ഭാഷ അവരുടെ ഭാഷയാണ്. അതിൽ കൂടുതലുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്കതല്ല, സമയമുണ്ട്. കഞ്ഞി വെക്കണം, കാപ്പി തിളപ്പിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാത്രമല്ല ഇതൊക്കെ കേട്ടിട്ട് എന്നാൽ ചിലപ്പോൾ അവിടെ ആറിനെ പോവുള്ളൂ. അതുവരെയൊക്കെ ഇവിടെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അപ്പൊ ചിലരെങ്കിലും അല്പം പൂശി വരുന്നവന്റെ കൈകൊണ്ട് 2 വാങ്ങിക്കുമെന്ന് തീർച്ച. ഉണ്ട്, ചിലരുണ്ട്. ഒക്കെ നല്ലതാണ്, അതൊക്കെ തുടരുക. അപ്പോൾ ഇന്ന് പോയി വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ശിവൻ പാർവതിക്ക് ഉപദേശിച്ച ഗൃഹസ്ഥനുള്ള ഉത്തമമായ കൃതി എന്ന നിലയിൽ രാമായണത്തെ ഒന്ന് വായിക്കുക. സീത ആഞ്ജനേയന് പറഞ്ഞുകൊടുത്തെങ്കിലും ആഞ്ജനേയൻ തൃപ്തനായില്ല. അപ്പോൾ രാമൻ ആഞ്ജനേയന് രാമഹൃദയം എന്നൊരു മന്ത്രം ഉപദേശിക്കുന്നുണ്ട്. അത് രാമായണത്തിലെ സാരവത്തായ അംശമാണ്.
അതിൽ ഈ രാവണനും രാമനും ഒന്നും വേറെയല്ലാതാകുന്ന ഒരു മന്ത്രമാണത്. അത് മൂലത്തിൽ വളരെ ഗംഭീരമാണ്. എഴുത്തച്ഛനും അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആ രാമഹൃദയത്തെയും വായിച്ച് രാമഹൃദയം ഉൾക്കൊള്ളണമെങ്കിൽ തത്വമസ്യാദി മഹാവാക്യാർത്ഥജ്ഞാനം അനിവാര്യമാണ്. അതിൻ്റെ ഉപദേശമാണ്. അതൊക്കെ നല്ലപോലെ വായിച്ച് ഒരു തവണ കൂടെ രാമായണം ശ്രദ്ധിച്ച് ഒന്ന് വായിക്കുക. എൻ്റെ ഈ വരവും നിങ്ങളോടുള്ള ഈ സംഭാഷണവും ഒരാവൃത്തി രാമായണം പുനർവായനയ്ക്കുതകുമെങ്കിൽ എൻ്റെ ആചാര്യ പാരമ്പര്യം എന്നെ നിയോഗിച്ച കർത്തവ്യം സഫലമായി എന്ന് ഞാൻ വിശ്വസിക്കും. അങ്ങനെ ഉത്തമമായ ഒരു മാതൃക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നു, രാവണന്റെ വിദ്വേഷ ഭക്തി അനുകരണീയമല്ല, സമാരാധ്യമാണ്. ശബരിയുടെയും ആഞ്ജനേയന്റെയും ഒക്കെ പ്രേമഭക്തി സമുജ്വലവും അനുകരണീയവുമാണ്. അതേ അനുകരിക്കാവൂ എന്ന് ഒരിക്കൽ കൂടി ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഹരി ഓം. ഹരി. പ്രഭാഷണം കേട്ട് നമ്മളെ എല്ലാം ഭക്തിയുടെ വേറൊരു തലത്തിലേക്ക് സ്വാമി ഇത്രയും മനോഹരമായ ഒരു പ്രഭാഷണം ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടില്ല. സത്യമാണ്. രാമായണത്തിന്റെ അർത്ഥം സ്വാമി ചിറ്റൂരുകാർക്ക് മനസ്സിലാക്കി കൊടുത്തു. തീർച്ചയായിട്ടും രാമായണം എങ്ങനെ വായിക്കണം, രാമായണം എങ്ങനെ കൈകാര്യം ചെയ്യണം, രാമനാണ് സീതയാണ് രാവണനാണ് എന്ന് ചിറ്റൂരിലെ ആൾക്കാർക്ക് സ്വാമി വരച്ചു കാട്ടിത്തന്നു. നന്ദി, ഒരായിരം നന്ദി. ആ പ്രഭാതങ്ങളിൽ നമസ്കാരം. നമ്മുടെ ഈ രാമായണ മാസത്തെ യജ്ഞപ്രസാദം സ്വാമി നമ്മുടെ പ്രിയങ്കരനായ രാധാകൃഷ്ണൻ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഞാൻ ശാക്തയത്തിലെ സ്വീകരിച്ചു.